സാക്ഷിയാണ്. മാതാവ് അന്നേരം എന്ന ഉറക്കത്തിൽ എന്നെ വിളിച്ചത് കൊണ്ടാണ് എനിക്ക് അന്നേരം ഏക്കാനും കുഞ്ഞിനെ മാറ്റാനും ഉള്ള അനുഗ്രഹം എനിക്ക് കിട്ടിയത്. അപ്പോൾ മാതാവ് 100% ഉറപ്പായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഉടമ്പടിക്ക് മുമ്പ് ഞാൻ കുരിശുവരെയൊക്കെ കറക്റ്റായിട്ടൊന്നും അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് 7 മണിക്ക് എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് കടയുണ്ട്. അപ്പം കടയിലാണെങ്കിലും ഞാൻ 7 മണിക്ക് കുരിശ് വരയ്ക്കും. വൈകുന്നേരത്തെ പ്രാർത്ഥന ഞാൻ വീട്ടിൽ വന്നിരുന്ന് ചൊല്ലും. മുടങ്ങാതെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കും. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ കറക്റ്റായിട്ട് കൂടുന്നുണ്ട്. മാതാവ് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 6-7 തിരുവചനങ്ങൾ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അനഘ ടിജു എന്ന് പറയുന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ഈ ആലയത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ കൃപാസന മാതാവ് വഴി ഈ 2 മക്കളുടെയും ജീവിതത്തിൽ ലഭിച്ച വലിയ സംരക്ഷണത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 2 മക്കളും ഏറെ ക്ലേശകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയതാണ്. ഒരാൾ വെന്റിലേറ്ററിൽ 12 ദിവസം കിടന്ന് തിരികെ ജീവനിലേക്ക് കടന്നു വന്ന മകളാണ്. മറ്റൊരാൾ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഏറെ ക്ലേശാവസ്ഥകളിലൂടെ കടന്നു പോവുകയും അത് അത്ഭുതകരമായി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഈ കുഞ്ഞിനെ കരങ്ങളിലേക്ക് കിട്ടിയതുമാണ്. ഈ 2 മക്കളെക്കുറിച്ചും ഇവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓരോ തവണയും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് ഡോക്ടറിൻ്റെ കഴിവോ വൈദ്യശാസ്ത്രത്തിൻ്റെ മികവോ അല്ല, പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണവും അമ്മ മാതാവിൻ്റെ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുമാണ് ഈ 2 മക്കളുടെയും ആരോഗ്യമുള്ള ഇന്നത്തെ ജീവിതത്തിന് ആധാരമായി നിലനിൽക്കുന്നതെന്ന്. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചും അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇളയ കുഞ്ഞിനെ ആശുപത്രിയിൽ കാണുവാൻ ചെല്ലുമ്പോൾ കൈമുട്ടിൽ തൈലം പൂശിക്കൊണ്ട് വസ്ത്രത്തിൽ കാശുരൂപം തുന്നി വെച്ചുകൊണ്ട് അകത്ത് ചെന്ന് കുഞ്ഞിന് കൊടുക്കുമ്പോഴൊക്കെയും മഞ്ഞപ്പുള്ള കുഞ്ഞിന് അത് പൂർണ്ണമായി തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മകൾ ആവർത്തിച്ചതിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർമാർ പലപ്പോഴും ഗുരുതരമായ അവസ്ഥകളെയും ജീവഹാനി സംഭവിക്കാവുന്ന സാഹചര്യങ്ങളെയും ഒക്കെ വിവരിക്കുമ്പോഴും ഭയപ്പാടില്ലാതെ പ്രത്യാശയോടുകൂടി കൃപാസനത്തിൻ്റെ പരിശുദ്ധയമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് ആരോഗ്യത്തിൽ ഈ ഗർഭാവസ്ഥ പൂർത്തീകരിക്കുവാൻ സഹായിക്കുമെന്ന നല്ല ബോധ്യവും വിശ്വാസവും ഈ മക്കൾക്കുണ്ടായിരുന്നത്